ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റിച്ച് ചെയ്ത ചുരിദാർ അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കുമ്പോൾ നന്നായി അയൺ ചെയ്ത്, അതായത് ഈ സ്ലിറ്റ് നമ്മുടെ ഈ ഒരു ഭാഗം മടിച്ചതൊക്കെ നന്നായി നീറ്റായിട്ട് അയൺ ചെയ്താൽ മാത്രമാണ് ഇതിങ്ങനെ ചുളിയാതെ കെടുക്കുള്ളൂ നമ്മൾ ഇട്ട് കഴിഞ്ഞാലും തന്നെ. അപ്പോൾ അയണിങ്ങിൽ അത്രയും പ്രാധാന്യമുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അയൺ ചെയ്യൽ. അപ്പോൾ അതെങ്ങനെയാണ് അയൺ ചെയ്യാമെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. കറക്റ്റായിട്ട് ആദ്യം തന്നെ സ്ലീവ് അയൺ ചെയ്യുക. സ്ലീവ് ഈ ജോയിനിങ് വരുന്ന ഈ ഭാഗത്തെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതേപോലെ കറക്റ്റ് ഇങ്ങനെ വെക്കുക. സ്ലീവ് ആദ്യം അയൺ ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം നന്നായിട്ട് തന്നെ അയൺ ചെയ്യണം കേട്ടോ. ഈ ഭാഗം 2 സ്ലീവ് അയൺ ചെയ്യുക. ഈ ഭാഗമൊക്കെ നന്നായി തന്നെ, ഈ ആം ഹോളും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ നന്നായി അയൺ ചെയ്ത് വെക്കുക. ഇവിടെയൊക്കെ ചുളിവ് വന്നു കഴിഞ്ഞാൽ നീറ്റ് ആയിരിക്കില്ല. നമ്മളിപ്പോൾ നമ്മളെ സ്വന്തം ഡ്രസ്സാണെങ്കിലും ഇതുപോലെ തന്നെ അയൺ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ കോളർ കറക്റ്റ് ആക്കിയിട്ട് വയ്ക്കുക. ഫസ്റ്റ് സ്ലീവ് അയൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കോളർ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. കോളറിൻ്റെ ഈ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വയ്ക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഫസ്റ്റ് ഒന്ന് അയൺ ചെയ്യാം. അപ്പോൾ ഇത് കോട്ട് കോളറാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കോട്ട് കോളർ എങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതെന്നുള്ളതൊക്കെ. അപ്പോൾ ഒന്ന് കാണാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് അയൺ ചെയ്യാം. ഇനി നമുക്ക് ഈ സൈഡ് ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതേപോലെ വിരിച്ചിടുക. ഇങ്ങനെ കണ്ടോ, ഇതാണ് സെൻറ്റർ ഭാഗം. നമ്മളെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം ഇങ്ങനെ തിരിക്കുക. കണ്ടല്ലോ. എന്നിട്ട് ഇവിടെ ഫസ്റ്റ് ഒന്ന് അയൺ ചെയ്യാം. അതല്ലെന്നുണ്ട് ചെയ്ത് ശരിക്കും കിടക്കില്ല, ഇതിങ്ങനെ ചുളിഞ്ഞ് കിടക്കും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അയൺ ചെയ്ത് നിവർത്തിയതിന് ശേഷം നമ്മൾ ഇവിടെ കറക്റ്റ് ആ ഷേപ്പ് ഇങ്ങനെ മടക്കിയെടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ മടക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ചുളിവുകളൊന്നും വരില്ല. അതുപോലെ തന്നെ 2 സൈഡും അയൺ ചെയ്യാം. ഇപ്പം ഇവിടെ കിടക്കണേക്കാളും നല്ല നീറ്റായിട്ട് ഇവിടെ വന്നത് കണ്ടില്ലേ. അപ്പം അയൺ ചെയ്താൽ മാത്രമാണ് അത് നീറ്റായിട്ട് വരുള്ളൂ. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇത് ഇങ്ങനെ വയ്ക്കുക. നീറ്റായിട്ട് സ്ലിറ്റിൻ്റെ അവിടം വരെ അയൺ ചെയ്യുക. എന്നിട്ട് ഈ ഷേപ്പിനെ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ ആക്കിയിട്ട് ഒന്നുകൂടി അയൺ ചെയ്യാം. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഭാഗം ചുളിയാതെ നമുക്ക് ഇടാൻ പറ്റും. ഇനി നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ട് ഫുൾ ബോഡി അയൺ ചെയ്യാം. ഷോൾഡറിൻ്റെ ഈ ഭാഗമൊക്കെ നന്നായി അയൺ ചെയ്യാം.
ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ അവിടേക്ക് എത്തി. സ്ലിറ്റും അതുപോലെ തന്നെ നന്നായിട്ട് അപ്പോൾ ഈ അയൺ ചെയ്യണ നേരത്താണ് നമ്മുടെ ഈ നൂലുകളും ഒക്കെ ഉണ്ടെച്ചിങ്ങനെ നന്നായിട്ട് എവിടെയെങ്കിലും നൂലുകളൊക്കെ ഉണ്ടെച്ച് നോക്കിയിട്ട് അത് കട്ട് ചെയ്ത് കളയുക. നൂലുകളൊന്നും അവിടെ ഇവിടെ നിൽക്കാൻ പാടില്ല. താഴെ അയൺ ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിൽ നിന്നും ഇതുപോലെ തന്നെ സ്ലിറ്റ് തൊട്ടിട്ട് തന്നെ തുടങ്ങുക. ഇത് ബാക്ക് പോർഷനാണ്. ഇനി നമ്മൾക്ക് ഇങ്ങനെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കാം. കണ്ടല്ലോ, സെൻറ്ററാണ് ഞാനിപ്പോൾ മടക്കിയിട്ടുള്ളത്. ഈ സെൻറ്ററിൻ്റെ ഈ പോർഷനിലേക്ക്, അതായത് ഈ ഒരു ബോട്ടം ഭാഗം വരുന്നില്ലേ, നമ്മുടെ ചുരിദാറിൻ്റെ ബോട്ടം ഭാഗം വരുന്നില്ലേ, ആ ഭാഗത്തേക്ക് നേരെ നമ്മളുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗം വയ്ക്കുക. ഷോൾഡറിൻ്റെ ഭാഗം വെച്ചതിന് ശേഷം സ്ലീവൊക്കെ ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ. ഇതിൻ്റെ നേരെ ഈ ഒരു ഭാഗം, ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടല്ലോ, ഈ ഭാഗം കറക്റ്റ് മടക്കുക. ഇങ്ങനെ ഇങ്ങനെ മടക്കുമ്പോൾ ഇതേപോലെയാണ് വരിക. കണ്ടല്ലോ, ഇവിടെ ഒന്ന് അയൺ ചെയ്യാം. എന്നിട്ട് സ്ലീവിനെ ഫുൾ സ്ലീവ് ആണെങ്കിൽ ഇതേപോലെ മടക്കുക. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ മടക്കി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഫുൾ സ്ലീവ് ആണിത്. അടുത്തതും ഇതുപോലെ തന്നെ മറ്റേ സൈഡ് നേരത്തെ കാണിച്ച പോലെ തന്നെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ മടക്കി ഈ ഒരു പോർഷൻ സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടോ, ആ ഷോൾഡറിന് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം വരെ ഇങ്ങനെ മടക്കിയെടുത്തു. എന്നിട്ട് അയൺ ചെയ്തു. സ്ലീവ് അതുപോലെ തന്നെ ഇങ്ങനെ വെക്കുക. ഇനി നേരെ നടുമടക്കുക. കണ്ടല്ലോ, ഈ ഒരു പോർഷൻ സെൻറ്ററിൽ തന്നെ ആവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ചുരിദാർ അയൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് ഈ വീഡിയോ, ഓരോ ലൈക്കിലൂടെയാണ് നമ്മുടെ വീഡിയോ യൂട്യൂബ് സജഷൻ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.